പ്രത്യുത ആജ്ഞാപിച്ചാലും പ്രഭു. എന്താജ്ഞാപിക്കാൻ? നാം ഒരു ദുസ്വപ്നം കണ്ടു. മരിച്ചു മലർന്നു കിടക്കുന്ന നമ്മുടെ ധേനുകൻ. പ്രഭു, അത് ഈ ഉള്ളവൻ വന്ന് അറിയിച്ചതല്ലേ അല്പനേരം മുമ്പ്. അപ്പോ അതും സംഭവിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി നാം എന്തു ചെയ്യണം? പഞ്ചാഗ്നി മധ്യത്തിൽ തപം ചെയ്ത് വരം നേടണോ? ഗോപബാലന്റെ മുന്നിൽ ശിരസ് നമിച്ച് മാപ്പിരക്കണോ? ഇല്ല, തോൽക്കില്ല കംസൻ. മാപ്പിരക്കാനും തപസനുഷ്ഠിക്കാനും തുനിയില്ല കംസൻ. അറിയാം, ചെയ്യേണ്ടത് എന്തെന്ന് നമുക്കറിയാം. കൽപ്പന ചെയ്താലും പ്രഭു. കൽപ്പനകളില്ല. ഇനി അടർക്കളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലലേ ഉള്ളൂ. പൊയ്ക്കൊള്ളൂ. നാം കരുപ്പിടിപ്പിക്കും ഒരു നിഗ്രഹ സമവാക്യം അറിയിക്കാം കാലമാകുമ്പോ. അടിയൻ വിടകൊള്ളട്ടെ. അവതരിച്ചിരിക്കുന്നു നമ്മെ വധിക്കാൻ ഒരു ദേവദേവൻ. ഒരവതാരം കൊണ്ട് ഹിരണ്യാക്ഷകവധം, മറ്റൊരവതാരം കൊണ്ട് ഹിരണ്യകശിപുവധം. വാമനാവതാരം കൊണ്ട് ചവിട്ടിത്താഴ്ത്തിയത് ഒരു മഹാചക്രവർത്തിയെ. കേട്ടിട്ടുള്ള കഥകൾ ഇത്രയും. പിന്നെയും ഉണ്ടാവും അവതാരങ്ങൾ. പക്ഷേ മഹാവിഷ്ണു, നിഷ്ഫലമായ ഒരു അവതാരം ലക്ഷ്മീപതിക്കുണ്ടായെന്ന് സൂതർക്കും കവികൾക്കും പാടി നടക്കാൻ മാത്രമാണ് ഈ ഗോപപാലക ജന്മം. സഫലമാകില്ല പത്മനാഭ കംസവധം. അതിനു മുമ്പ് കഥ കഴിച്ചിരിക്കും ഞാൻ നിന്റെ. അരുത്, അരുത് മഹാത്മൻ, ഭഗവൻ നിന്നെ അരുത്. ഈയുള്ളവൾ ഒരു കിനാവ് കണ്ടു. അന്നൊരിക്കൽ ഭടന്മാർ ഇവിടെ പിടിച്ചുകൊണ്ടുവന്ന മുനികുമാരന്മാരെ അവരുടെ ശിരസ് അങ്ങ് അറുത്തെറിയുന്നു. അറ്റുവീണ ശിരസ് അപ്പോഴും നിശ്ചലമാകാതെ നാരായണ നാമം ജപിച്ചുകൊണ്ടേയിരുന്നു. പ്രഭോ, തോൽവികളുടെ പക അങ്ങ് സോദരിയോടും സോദരീകാന്തനോടും എന്തിനു തീർക്കുന്നു? അവരെന്ത് തെറ്റ് ചെയ്തു? നാം അവളെ സ്നേഹിച്ചു പോയതാണ് നമ്മുടെ തെറ്റ്. സൂതനായി അന്ന് രഥമേറാതിരുന്നെങ്കിൽ ആകാശഭാഷിതമുണ്ടാവില്ലായിരുന്നു എന്ന് നമുക്കൊരു തോന്നൽ. അതുമാത്രമല്ല, എവിടെയോ ഒരു ചതി നടന്നതുപോലെ. വസുദേവ ദേവകിമാരുടെ അഷ്ടമപുത്രൻ തന്നെയല്ലേ നന്ദഗോപഗ്രഹത്തിൽ വളരുന്നതെന്ന് നമുക്കൊരു ശങ്ക. അതിനിപ്പോ എന്ത് നിമിത്തം? വേറെ നിമിത്തങ്ങൾ എന്തിന്? നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം ദുർനിമിത്തങ്ങളല്ലേ? ഒടുവിൽ കേട്ട വാർത്ത, ആ യാദവ ബാലൻ നമ്മുടെ കുലത്തിനോട് തന്നെ ധിക്കാരം കാട്ടി പോലും. അങ്ങ് ആ കഥകളൊന്നും വിശ്വസിക്കേണ്ടതില്ല. ശ്രമം തുടരുക. ശ്രമമേവ ജയതേ എന്നല്ലേ പ്രമാണം. ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. കാലം അനുകൂലമാകുമ്പോൾ ലക്ഷ്യം സാധ്യതമാകും. ആര് പറഞ്ഞു നാം നമ്മുടെ ശ്രമങ്ങൾ അവസാനിപ്പിച്ചുവെന്ന്? അവ ഇനി കുറെ കൂടി ഘോരവും ഭീകരവുമാക്കാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. അതിന്റെ ആദ്യപടി വസുദേവ ദേവകിമാർക്ക് വീണ്ടും കാരാഗ്രഹം. അത് പറയാനാണ് നാം അങ്ങയെ വിളിപ്പിച്ചത്. മഹാരാജൻ, അത് ഇല്ല. വസുദേവരെ ഈ സഭയിൽ വരുത്തി നാം ചോദ്യം ചെയ്യും. നമ്മിൽ ഉയർന്നിരിക്കുന്ന സംശയങ്ങൾക്ക് ഉത്തരം തേടും. ആ ആശങ്ക ദൂരീകരിക്കും വരെ കാരാഗ്രഹം. ആരോടെ? അടിയൻ സൈന്യാധിപനെ വിളിക്കൂ. ഉത്തരവ്. മോളെ നന്ദിനി, ഈ കേട്ടതൊക്കെ നേരാണോ? കള്ളം പറയുന്നോ? നീ വന്നതു മുതലേ കുമ്പാരപ്പുരയിൽ പണിത്തിരക്ക് ഒഴിഞ്ഞിട്ടില്ല.
ദിവസവും നീ പൊട്ടിച്ചിടുന്ന തയർക്കുടങ്ങൾക്ക് പകരം വേറെ ഉണ്ടാക്കിയല്ലേ പറ്റൂ. ഇന്നും അടച്ചുവല്ലേ 10 എണ്ണം. പറ, നിന്നെ ഇനി പിടിച്ചു കെട്ടിയാലേ പറ്റൂ. അത് വേണോ? അതോ വികൃതി കാട്ടാതെ പാലും കുടിച്ച് ഇളമ്പുല്ലും തിന്ന് അടങ്ങിക്കൂടുമോ? കെട്ടിയിടുന്നതാ നല്ലത്. ശരിയാ. വേണ്ട, ഇവളിനി കാട് കാട്ടി നടക്കില്ല. അല്ലേ നന്ദിനി? അനുസരിച്ചേക്കണം, അല്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമാവും. ഏതമ്മയ്ക്കാന്നറിയോ? ഈ അമ്മയ്ക്ക്. ഇനി പൊയ്ക്കോ. നിക്കൂ. വിളിച്ചു വരുത്തിയിട്ട് ഞാൻ അവക്ക് ഒന്നും കൊടുത്തില്ലല്ലോ. ആ പഴവും എടുക്കും. സത്യത്തിൽ പിടിച്ചു കെട്ടിയിടാമെന്ന് തന്നെയാ വിചാരിച്ചേ. പക്ഷെ കണ്ടപ്പോ, മധുമതി, നീ ശ്രദ്ധിച്ചിരുന്നോ? കെട്ടിയിടുമെന്ന് പറഞ്ഞപ്പോ കടക്കണ്ണിൽ ഭയത്തിന്റെ ഒരു മിന്നലാട്ടം. അതാ വേണ്ടെന്ന് വെച്ചത്. കണ്ണൻ അമ്പാടിയിൽ എന്തൊക്കെ കുസൃതികളാ കാട്ടിയത്. പിടിച്ചു കെട്ടിയിട്ടും അടങ്ങി നിന്നില്ലെന്നല്ലേ കേട്ടത്. ഇപ്പോഴും എന്തെല്ലാം മായാലീലകളാ. കുസൃതിക്കാരനാത്രേ. അറിയോ നിനക്ക്? പൈക്കിടാവിന്റെ കണ്ണിൽ കണ്ണനെ കണ്ടു ഞാൻ. ദേവി ഇരുന്നാലും എന്തു പറഞ്ഞാലും ദേവി പറഞ്ഞവസാനിപ്പിക്കുന്നത് കണ്ണന്റെ കഥകളിൽ. ഈയുള്ളവൾക്കറിയാം ദേവിയുടെ മനസ്സ്. അതുകൊണ്ടാ വസുദേവരാജനൊപ്പം ഹസ്തിനപുരത്തേക്ക് പോകാൻ ഈയുള്ളവൾ നിർബന്ധിച്ചത്. പോകാമായിരുന്നു യാത്ര. മനസ്സിന് ഉല്ലാസം പകരാൻ ഇതുപോലൊരു ദിവ്യതീർത്ഥം. നേരാണ്. പക്ഷേ ഹസ്തിനപുരത്തിലെ ഉണ്ണികളെ കാണുമ്പോൾ അറിയില്ലേ നിനക്ക്? കുന്തി ദേവിക്ക് 5 മക്കൾ. അതിലും ഭാഗ്യവതിയാ ഗാന്ധാരി ദേവി. 100 മക്കളെയല്ലേ ഭഗവാൻ കനിഞ്ഞു നൽകിയത്. ലാളിച്ചു ലാളിച്ചു മനം നിറയ്ക്കാൻ മറ്റെന്തു വേണം സൗഭാഗ്യം?